നമസ്കാരം. ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പണം കൂടുതൽ സമ്പാദിക്കുവാനുള്ള വഴികളെക്കുറിച്ച് അറിയുവാൻ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാകും. പണത്തിന്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുകയില്ല. എല്ലാവരും ധനം ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നവരുമാണ്. എന്നിരുന്നാലും എത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഇവർക്ക് ജീവിതത്തിൽ ധനവാനാകുന്നതിനോ സമാധാനമായി ഒന്ന് കിടന്നുറങ്ങുന്നതിനു പോലും സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. പലരും പല ദേവതകളെ പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ അത്തരം ദൈവകാര്യങ്ങൾക്കായി ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും ഇവർ ധനവാന്മാരാകുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ ധനസമ്പാദന മാർഗങ്ങളിലെ തടസ്സങ്ങളും അവ ഒഴിവാക്കി 90 ദിവസത്തിനകം ധനവാനാകുന്നതിനും വേണ്ട മാർഗങ്ങളെയുമാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാരണമാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ സമയത്ത് ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും എന്നാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്നത്. ഈ സമയത്ത് കിടന്നുറങ്ങുന്നവൻ മഹാവിഷ്ണുവാണെങ്കിൽ പോലും ലക്ഷ്മി ദേവി അവനെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. PSC പഠിക്കുന്നവരായ പലരും ഈ സമയത്ത് ഉറങ്ങി മറ്റ് സമയങ്ങളിൽ പഠിക്കുന്നതായി കാണുന്നു. ഈ കാരണം കൊണ്ട് അവർക്ക് ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഏതൊരു കാരണം കൊണ്ടും ഈ സമയത്തുള്ള ഉറക്കം ഒഴിവാക്കുക. രണ്ടാമത്തേത്, ധനം വരുന്ന മാർഗങ്ങളിൽ തടസ്സം സൃഷ്ടിക്കാൻ പ്രധാനമായതും അതിശക്തവുമായ ഒരു കാരണമാണ് പിതൃദോഷം. ഈ ദോഷത്താൽ ജീവിതത്തിലെ സകല സമ്പത്തും നശിച്ചു പോകുകയും കടമെന്ന തീരാ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിക്കാതെ പോകുകയും ചെയ്യുന്നു. പലരും അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം മാത്രമാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. അതും അവർ മരിച്ച നാളിൽ മാത്രമാണ് കർമ്മങ്ങൾ ചെയ്യുക. ഇത് പിതൃദോഷത്തെ മുഴുവനായും ഒഴിവാക്കുവാൻ പ്രാപ്തമല്ല. എന്നാൽ നിങ്ങൾക്ക് ജാതകത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ അതല്ല എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും കടത്തിൽ നിന്നും മോചനം നേടാനോ സമ്പത്തുണ്ടാക്കാനോ സാധിക്കുന്നില്ല എങ്കിൽ ശിവരാത്രി ദിവസങ്ങളിലോ കർക്കിടകവാവ് ദിവസങ്ങളിലോ വാവൂട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാ തരത്തിലും പെട്ട പിതൃദോഷത്തെ ഒഴിവാക്കുവാൻ സഹായിക്കും. അടുത്തതായി, പലരും ധനം സമ്പാദിക്കുമെങ്കിലും അതിൽ നിന്ന് 1 രൂപ പോലും മറ്റൊരാൾക്കും ദാനം ചെയ്യുന്നില്ല. ഇത്തരത്തിൽ ദാനം ചെയ്യാതെ സമ്പാദിക്കപ്പെടുന്ന പണം ഒരിക്കലും ഇരട്ടിയാകുന്നതല്ല. നമ്മൾ സമ്പാദിക്കുന്ന ധനത്തിൽ നിന്നും ഒരു ഭാഗം നിങ്ങളുടെ ജാതകത്തിൽ ഗുളികൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ആ നക്ഷത്ര ദിവസം ദാനം ചെയ്താൽ ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുമെന്ന് പഴയ ശാസ്ത്രങ്ങളിൽ പറയുന്നു. പലരും പണം ദാനം ചെയ്യുമെങ്കിലും അത് അർഹതയുള്ള ആളുകളിലേക്കല്ല എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ധനം പിന്നീടും നേടാൻ സാധിക്കാതെ പോകുന്നത്. അത്തരത്തിൽ ദാനം ചെയ്തിട്ടും ധനം വർദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ദാനം ചെയ്യുന്ന രീതി മാറ്റുകയാണെങ്കിൽ ഉറപ്പായും സമ്പത്ത് വരുന്ന മാർഗങ്ങളിലെ തടസ്സങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അടുത്തതായി, വാസ്തുശാസ്ത്രപരമായ ഒരു പരിഹാരമാണ്. പലരും ധാരാളം പണം സമ്പാദിക്കും, പക്ഷെ അവ തെറ്റായ സ്ഥലത്താണ് സൂക്ഷിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നതും ധനത്തിന്റെ വരവിനെ കുറയ്ക്കും. വാസ്തുശാസ്ത്രപരമായി വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മുറിയിലായി വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി ഇട്ടിരിക്കുന്ന അലമാരിയിൽ പണപ്പെട്ടി വെക്കുക. ഇത് കുബേരന്റെ ദർശനം ലഭിക്കുവാനും ധനാഗമനം സുഗമമാക്കാനും സഹായിക്കുന്നു. ഇതിനോടൊപ്പം പണപ്പെട്ടിയുടെ ഉള്ളിൽ ഒരു ചെറിയ കണ്ണാടി വെക്കുക. അതിന് സാധിക്കാത്തവർ ചെറിയൊരു ക്രിസ്റ്റലിൽ തീർത്ത പിരമിഡിന്റെ രൂപം പണം വെക്കുന്നിടത്ത് വെക്കുക. ഇത് ഭാഗ്യം കൊണ്ടുവരും. വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെറിയ ജലധാരയോ അതല്ലെങ്കിൽ വെള്ളം നിറച്ച പാത്രം, പ്രത്യേകിച്ച് ഗംഗാജലം വെക്കുന്നത് സമ്പത്ത് ഒഴുകിയെത്താൻ സഹായിക്കും എന്ന് പറയപ്പെടുന്നു. അടുത്തതായി, ദാരിദ്ര്യ ദുഃഖദഹന സ്തോത്രം നിത്യവും വായിക്കുക എന്നതാണ്. വളരെ ലളിതമായതും എന്നാൽ വളരെ ശക്തിയേറിയതുമായ ഒരു സ്തോത്രമാണ് ദാരിദ്ര്യ ദഹന സ്തോത്രം. കുബേരനെ സമ്പത്തിന്റെ അധിപതിയാക്കിയ മഹാദേവനെ സ്തുതിക്കുന്നതാണ് ഈ സ്തോത്രം. 41 ദിവസം മുടങ്ങാതെ ആരാണോ ഈ സ്തോത്രം ജപിക്കുന്നത് അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല. വൈകുന്നേരത്തെ സന്ധ്യയിൽ വിളക്ക് കൊളുത്തി വെച്ചതിനു ശേഷം അതിനു മുൻപിലിരുന്നാണ് ഈ സ്തോത്രം ജപിക്കേണ്ടത്. അടുത്തതായി, സങ്കടനാശക ഗണപതി സ്തോത്രമാണ്. വളരെ ലളിതവും അതിശക്തവുമായൊരു സ്തോത്രമാണിത്.
നിങ്ങളുടെ ധനസമ്പാദന മാർഗങ്ങളിലുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഈ ലളിതമായ 12 ഗണപതി നാമങ്ങൾ ചൊല്ലുന്നത് വഴി നശിച്ചു പോകുന്നു. 41 ദിവസത്തിനകം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും. വളരെ പ്രത്യക്ഷമായി തന്നെ ഓരോ ദിവസവും കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റിവിറ്റി അനുഭവിക്കുവാനും സാധിക്കും. ഹൈന്ദവ ശാസ്ത്രപ്രകാരം സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ വസിക്കൂ എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിന് സഹായിക്കും. പ്രത്യേകിച്ച് വീടിന്റെ വടക്ക് കിഴക്ക് മൂല വൃത്തികേടാക്കിയിടുന്നത് നിങ്ങളിലേക്കുള്ള സമ്പത്തിന്റെ ഒഴുക്കിനെ വളരെയധികം തടയും. മാത്രമല്ല, സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നശിപ്പിച്ച് പോസിറ്റീവ് എനർജി നിലനിർത്താനും സഹായിക്കുന്നതാണ്. ഏറ്റവും പ്രാധാന്യമുള്ളതും അവസാനത്തേതുമായ കാരണമാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ ജാതകാലുള്ള ധനസമ്പാദനത്തിനായി അനുയോജ്യനായ ദേവതയെ അല്ല നിങ്ങൾ ഉപാസിക്കുന്നത് എന്നതാണ്. ഗണപതി, ലക്ഷ്മി ദേവി, കുബേര ഭഗവാൻ എന്നീ ദേവതകളെ പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ വളരെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെ പലരും ജീവിതത്തിൽ ഇത്തരം ദേവതകളെ പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിച്ചു കാണുന്നില്ല. അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ജാതകത്തിലെ ധനദേവത നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവത അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഏതെങ്കിലും ദോഷഭാവത്തിന്റെ അധിപതിയായ ദേവതയെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ നഷ്ടമായിരിക്കും കൂടുതലും ഉണ്ടാകുക. ആത്മീയമായ പല കാര്യങ്ങളിലും ഉയർച്ച നൽകുമെങ്കിലും ഇത്തരത്തിൽ ദുസ്ഥാനാധിപനായ ഗ്രഹത്തിന്റെ അധിപതിയായ ദേവത നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പലപ്പോഴും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതല്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജാതകാലുള്ള ഉപാസനാമൂർത്തിയെ കണ്ടെത്തി ആ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ തടസ്സങ്ങളെയും ആ ദേവത നീക്കും. മാത്രമല്ല, എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമായി മാറുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനേക്കാൾ നല്ലത് തന്റെ ജാതകാലുള്ള ഉപാസനാമൂർത്തിയായ ദേവതയെ പ്രാർത്ഥിക്കുന്നതാണ്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ മുൻപ് പറഞ്ഞിട്ടുള്ളതായ ദോഷങ്ങൾ കുറയുകയും തടസ്സങ്ങളും കടങ്ങളും എല്ലാം നീങ്ങി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും പടിപടിയായി ലഭിക്കുന്നതിന് ഇടയാകും. അതായത് ഗണപതി, ലക്ഷ്മി ദേവി, കുബേര ഭഗവാൻ എന്നിവരെ നിത്യവും പ്രാർത്ഥിക്കുന്നതിനുപരിയായി നിങ്ങളുടെ ജാതകത്തിലെ ധനദേവതയെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും പടിപടിയായി ധനവാനാകുന്നതിനും സാധിക്കും. ഈ രീതി പലർക്കും പറഞ്ഞുകൊടുത്ത് വിജയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയെ ഉയർത്തിക്കാട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ധനദേവത, ഉപാസനാമൂർത്തി എന്നിവരെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായ ജനന സമയം പ്രസ്തുത ദേവതകളെ നിശ്ചയിക്കുന്നതിന് വളരെ അത്യാവശ്യമായ ഘടകമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി സാധിക്കുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായും അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുന്നതിനും മറക്കരുത്.